സൂഫി മന്തി കഴിക്കാൻ. മന്തി ആഗ്രഹം. മന്തി ഞങ്ങൾ തിരൂര് പോയപ്പോ കഴിച്ചതാ. സൂഫി മന്തി അടിപൊളിയായിരുന്നു. എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞു, കളമശ്ശേരിയില്. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി പിള്ളേരെയൊക്കെ വീട്ടിലാക്കി, ആമിക്കുട്ടി നന്ദുവിനെയൊക്കെ വീട്ടിൽ പറ്റിച്ചിരുത്തിയിട്ട് സൂഫി മന്തി കഴിക്കാൻ പോകുന്നു. അവിടെ ചെന്നിട്ട് ബാക്കി. എന്തിന് എന്ത് മന്തി പറഞ്ഞേക്കാം? ഒരു ബീഫ് റിബ് മന്തി, പിന്നെ ഒരു ചിക്കൻ അൽഫാം മന്തി. മന്തി കഴിച്ചിട്ടുണ്ടാ? ഇതാണോ റിബ്? ഒന്ന് കാണിച്ച്. റിബ് പോരാ, ബീഫാണ്. ഒന്ന് കാണിച്ചത് ബീഫ് കാണിച്ച്. കഴിച്ചു പോകാം. എങ്ങനെയുണ്ടെന്ന് സാധാരണ കഴിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റൈസിനൊക്കെ വ്യത്യാസമുണ്ട്. ചിക്കൻ നോക്കി. ആണോ? ചിക്കൻ നോർമല. ബീഫ് സോഫ്റ്റ് ആണോ? നല്ല സോഫ്റ്റാണ്. അപ്പം കഴിക്കാം. മതിയായ ഒരു മന്തിയും കൂടി താങ്ങില്ല. അപ്പം എൻ്റെ അഭിപ്രായം നമുക്ക് വണ്ടി കയറിയിട്ട് പറയാം. അപ്പം ശരി, ബൈ. ഇതെന്താ? മന്തി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫ്രീ ആയിട്ടുള്ളതാണ്. എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? എന്താ? ലൈം ടീ. എന്നാലും മതി. എങ്ങനെയുണ്ടായിരുന്നു മന്തി? മന്തി കൊള്ളായിരുന്നു. എന്നാൽ തിരൂരത്തെ സൂഫി മന്തിയുടെ അത്ര മന്തി ഇല്ലെങ്കിലും റിബല്ലല്ലോ അത്. ഇതിപ്പോ അവര് ഗ്രിൽഡ് ബീഫ് മന്തി ആയിരുന്നു. പക്ഷെ നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ കഴിക്കുന്നേക്കാളും ബെറ്ററാണ്. തിരൂരിൽ എന്താണ് ഇത് തന്നെയാണ് റിബ് തന്നെ. നല്ല റൈസ് ഒക്കെ സെയിം ആണ്, നല്ല വലിയ റൈസ് ആണ്. ടേസ്റ്റ് ഒക്കെ സെയിം. പക്ഷെ റൈസ് ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള റൈസാണ്.